മിസ്റ്റർ സുരേഷ് മേനോൻ, നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്? എനിക്ക് എക്സ്പോർട്ട് ബിസിനസ്സാണ്. ഓ, അപ്പോൾ ട്രാവൽ ധാരാളമുള്ള ഏരിയ ആണ് അല്ലേ? ഓഗസ്റ്റ് 16, 2006 സുരേഷ് എവിടെയായിരുന്നു? ഞാൻ ന്യൂയോർക്കിലായിരുന്നു. ലണ്ടൻ, ന്യൂയോർക്ക്? ബി ഷുവർ മിസ്റ്റർ. ന്യൂയോർക്കിലായിരുന്നു. യുവർ ഓണർ, പ്ലീസ് നോട്ട് ദ പോയിന്റ്. അന്നത്തെ ദിവസം സുരേഷ് ക്ലെയിം ചെയ്യുന്നു സുരേഷ് ന്യൂയോർക്കിലാണെന്ന്. എന്നാൽ സുരേഷിൻ്റെ പാസ്പോർട്ടും മറ്റു രേഖകളും തെളിയിക്കുന്നുണ്ട് സുരേഷ് അന്ന് ഇന്ത്യയിൽ തന്നെയായിരുന്നു. ഇത് പ്രൂവ് ചെയ്യാനുള്ള രേഖകൾ ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു. കള്ളം പറയുമ്പോൾ പഴുതുകൾ അടച്ച് കള്ളം പറയാൻ ശ്രമിക്കുക. ഞാൻ കള്ളം പറയല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഈ ഓർമ്മക്കുറവ് എന്ന് പറഞ്ഞില്ലേ, അത് ഈ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗായത്രി വർമ്മ എന്ന കുട്ടിയെ അറിയോ? ഏത് ഗായത്രി വർമ്മ? നിങ്ങളുടെ കൂടെ കോളേജിൽ ഒരുമിച്ച് പഠിച്ച ഗായത്രി വർമ്മ. ഇല്ല, അറിയില്ല. യുവർ ഓണർ, പ്ലീസ് നോട്ട് ദിസ് പോയിന്റ് ടു. ഗായത്രി വർമ്മ സുരേഷ് മേനോന്റെ കൂടെ 1992 മുതൽ 95 വരെ പഠിച്ചിരുന്നെന്ന് കോളേജ് റെക്കോർഡ്സുകൾ തെളിയിക്കുന്നുണ്ട്. ഇതിൻ്റെയും ഞാനൊരു കോപ്പി ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു. 3 കൊല്ലം സെയിം ക്ലാസ്സിൽ പഠിച്ച ഗായത്രി വർമ്മയെ നിങ്ങൾക്കറിയില്ല. ആയിരിക്കാം, പക്ഷെ 10 കൊല്ലം മുമ്പ് നടന്ന കാര്യങ്ങൾ എനിക്ക് കൃത്യമായി ഓർക്കാൻ കഴിയില്ല. ശരി, നിങ്ങൾക്ക് ഗായത്രി അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗായത്രി ഓർമ്മയില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഗായത്രി സ്ഥിരമായി ഫോണിൽ വിളിച്ചിരുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഗായത്രി വർമ്മ അറിയില്ല. പിന്നെ ഞാൻ എന്തിനാ ഗായത്രി വർമ്മ ഫോൺ ചെയ്യണം? നുണയാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഗായത്രി വർമ്മയെ ഫോണിൽ ചെയ്തിരുന്നു. നിങ്ങൾ അവളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അവൾ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അവൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവളെ നിങ്ങൾക്ക് പേടിയാണെന്ന്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാലോ. യുവർ ഓണർ, ഇതാണ് അതിനുള്ള പ്രൂഫ്. ഇത് മരിച്ചുപോയ ഗായത്രി വർമ്മയുടെ മൊബൈൽ ഫോണാണ്. ഈ മൊബൈൽ ഫോണിലെ കോൺവെർസേഷൻ പ്രൂവ് ചെയ്യുന്നുണ്ട് മിസ്റ്റർ സുരേഷ് മേനോൻ ഗായത്രി വർമ്മയെ വിളിച്ചിരുന്നു എന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇനി പറയൂ മിസ്റ്റർ സുരേഷ് മേനോൻ, നിങ്ങൾ തന്നെയല്ലേ ഗായത്രിയെ കൊന്ന്? അതെ, നിങ്ങൾ തന്നെയാണ് ഗായത്രിയെ കൊന്ന്. നിങ്ങൾ എന്തിനു ഗായത്രിയെ കൊന്നു? പറയൂ, ടെൽ മീ. എല്ലാ പഴുതുകളും നിങ്ങൾ എഗൻസ്റ്റ് ആണ്. പറയൂ, എന്തിനു കൊന്നു? പറയൂ. ഞാനാണ് ഗായത്രി വർമ്മയെ കൊന്നത്. I killed Gayatri Varma. Gayatri Varma. You are right. അവൾ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. എൻ്റെ ക്ലാസ്മേറ്റ് മാത്രമല്ല യുവർ ഓണർ, അവൾ എൻ്റെ എല്ലാമായിരുന്നു. നിങ്ങൾക്കറിയോ, അവളാണ് ഈ ബന്ധത്തിന് തുടക്കമിട്ടത്. ഷീ പ്രപ്പോസ്ഡ് മീ യുവർ ഓണർ. കഴിഞ്ഞ 10 കൊല്ലമായി ഞാൻ എന്നെ തന്നെ മറന്ന് അവളെ സ്നേഹിച്ചു. അവളുടെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. തിരിച്ച് അവൾ എനിക്ക് എന്താ തന്നതറിയോ? ചതി, കൊടും ചതി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രാജീവിന്റെ കൂടെ ഞാൻ അവളോട് സംസാരിച്ചു നോക്കി യുവർ ഓണർ. അവള് കേട്ടില്ല. ഭീഷണിപ്പെടുത്തി നോക്കി, ഫലമുണ്ടായില്ല. സഹിച്ചില്ല യുവർ ഓണർ, എനിക്ക് സഹിച്ചില്ല. ഞാൻ അവളെ കൊന്നു. ഐ കിൽഡ് ഹർ യുവർ ഓണർ. ഞാൻ ഗായത്രിയെ കൊന്നു. ഈ കൈകൾ കൊണ്ട് ഞാൻ ഗായത്രിയെ കൊന്നു യുവർ ഓണർ. I killed Gayatri Varma. ഞാനാണ് ഗായത്രി വർമ്മയെ കൊന്നത്. That's all your honor. ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്നായിരുന്നു, രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തു. ജ്യോതിയുടെ കാര്യത്തിൽ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഡയലോഗ് പ്രസൻറ്റേഷൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തണുത്തു പോന്നു. ഒരു കോർട്ടിൽ ഒരു ജഡ്ജി വക്കീൽ വാദിക്കുമ്പോഴത്തേക്കും അത് ഏറ്റവും ഇങ്ങനെ മേളിൽ കയറി നിൽക്കണം. വളരെ ഇടയ്ക്കൊന്ന് ഇതായി വരും, പിന്നെ അങ്ങ് തണുക്കും. സുരേഷ് നല്ല ലാസ്റ്റ് വരയ്ക്കും നല്ല ഒരു പെർഫോമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. താങ്ക് യു. ജ്യോതിയുടെ എനർജിയാണ് എനിക്ക് തോന്നിയപ്പോൾ ലളിതജി പറഞ്ഞ പോയിന്റ് ഞാൻ കുറച്ചുകൂടി പിൻ പോയിന്റ് ചെയ്ത് പറയുകയാണ്. എനർജിയാണ് ലാക്ക് ചെയ്തിരുന്നത്. ഈ എനർജി ലാക്ക് എന്ന് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ ഉടനെ വേറൊരു കുറിപ്പും കൂടി എഴുതി വെച്ചിട്ടുണ്ട്, വർ യു ടെൻസ്ഡ് എന്നുള്ളത്. കുറച്ചൊരു ടെൻഷൻ കാണാനുണ്ടായിരുന്നു. ശരിയാണോ എന്നറിയില്ല, നമുക്ക് തോന്നിയാണോ എന്നും അറിയില്ല, ബട്ട് ഐ ഫെൽറ്റ് സോ. എനിക്ക് തോന്നിയിരുന്നു. അപ്പം നമ്മൾ പരസ്പരം അറിയാതെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്.
അത് ഗ്രൂമിങ്ങിൽ ഉണ്ടായിരുന്നില്ല. യു വർ റിയലി റിലാക്സ്ഡ് ആൻഡ് ഐ വാസ് സോ സർപ്രൈസ്ഡ് ടു സീ യു പെർഫോം ഇൻ ദാറ്റ് ലെവൽ. മലയാളം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം കേട്ടോ. വെച്ചാൽ ഞാനിത് പറയുന്നത് ഞാൻ ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. സുരേഷ് ചെയ്യുന്ന ഈ കഥാപാത്രത്തെ വേണമെങ്കിൽ നമുക്ക് ഇയാൾ വിദേശത്ത് ജനിച്ചു വളർന്ന അതെ വിദേശത്ത് ജനിച്ചു വളർന്ന ഒരാളെന്ന് പറയാം. അടുത്തതും വേണമെങ്കിൽ പറയാം. പക്ഷേ വരുന്ന എല്ലാ കഥാപാത്രങ്ങളും വിദേശത്ത് നിന്ന് പറയാൻ പറ്റില്ല. ബട്ട് ആക്ച്വലി ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. മലയാളം പ്രോബ്ലം ഉള്ള സുരേഷിനാണ്. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് വളാഞ്ചേരി ജനിച്ചു വളർന്ന ജ്യോതിക്ക് എങ്ങനെയാണ് മലയാളം എങ്കിൽ നിങ്ങൾ പറയൂ നമ്മളിത് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത് സുരേഷാണ് ബോംബെയിൽ ജനിച്ചു വളർന്നത്, മലയാളം അറിഞ്ഞൂടെ. പിന്നെ എനിക്ക് സംശയമായി ജ്യോതി അവിടെ എങ്ങാനും ജനിച്ചു വളർന്നതാണ്, മലയാളം അറിയത്തില്ലേ? അല്ല, ജ്യോതി ജനിച്ചു വളർന്ന വളാഞ്ചേരിയിലാണ്. നല്ല ഏറെ മലയാളം അവിടെ കയ്യിലുള്ളത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ റിഹേഴ്സലൊക്കെ ചെയ്തപ്പോൾ കുറച്ച് സുരേഷ് ഇവിടെ ഇങ്ങോട്ട് അതെ 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 അതെ. എനിവേ വെൽ ഡൺ, ഐ എൻജോയ്ഡ് ഇറ്റ്. ബെറ്റർ പെർഫോമൻസ് നെക്സ്റ്റ് ടൈം. ജ്യോതിയുടേതിൽ എനിക്ക് വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഒരു നെഗറ്റീവ് പോയിന്റ് എടുത്തു പറയാൻ എനിക്ക് ആദ്യം ഞാൻ നോട്ട് ചെയ്ത് വെച്ചത് ഈ ഹാൻഡ് ആക്ഷൻ. ഒന്നാമത് ജഡ്ജിൻ്റെ നേരെ ഒരുപാട് പോയിന്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ, അതൊരു ഓക്വേർഡായിട്ട് തോന്നി ആ ഹാൻഡ് ആക്ഷൻ ഇങ്ങനെ ചൂണ്ടുന്നത്. ഓക്കെ, പിന്നെ ഡയലോഗ് ഡെലിവറി ക്ലിയർ അല്ല എന്ന് എനിക്ക് തന്നെ സംശയം, ഇത് മലയാളിയാണോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, പിന്നെ ആ പ്രൊവക്കേഷൻ കുറച്ചുകൂടെ അയാളെ സമ്മതിപ്പിക്കുന്ന ഇത് കുറച്ചുകൂടെ നന്നാവായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇറ്റ് വാസ് ഓക്കെ, ഇറ്റ് വാസ് നോട്ട് ബാഡ്. പക്ഷേ ഒരു എക്സലൻറ്റ് ലെവലിലേക്ക് വരണം.